കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമാണ് ഇരയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായി എന്നതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് കോടതി നിരീക്ഷണം. കേസിലെ ആരോപണം ശരിയെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കുമെന്നും ഗൌരവമുള്ള കുറ്റകൃത്യമെന്നും പ്രോസിക്യൂഷന്റെ വാദം നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. പരാതി നൽകാനുണ്ടായ കാലതാമസം ഒരു കുറ്റമായി കണക്കാക്കാനാവില്ലെന്നും ഇരയെ വ്യക്തിഹത്യ നടത്താൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. അതേസമയം മുൻകൂർ ജാമ്യമില്ലെന്ന വാർത്ത പുറത്തു വന്നതിനു ശേഷം സിദ്ദിഖ് ഒളിവിലാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കൊച്ചി പടമുകളിലെ വീട്ടിലും സിദ്ദിഖ് ഇല്ല. സിദ്ദിഖിന് വേണ്ടി അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കേസ് രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോളും സിദ്ദിഖിന്റെ വീട്ടിൽ നിന്ന് നവമിയും തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദും ചേരുന്നു. ആദ്യം വിനോദിലേക്ക്. വിനോദ്, മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായാൽ അറസ്റ്റിലേക്ക് നീങ്ങും കാര്യങ്ങൾ എന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ അന്വേഷണ സംഘത്തിന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ജാമ്യാപേക്ഷയിൽ തീരുമാനം വന്നതിന് ശേഷം ഇപ്പോഴാണ് അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെടുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഒളിവിൽ പോകാനുള്ള ഒരു അവസരം ഒരുക്കി നൽകുകയായിരുന്നു അന്വേഷണ സംഘം. വേണമെങ്കിൽ നേരത്തെ തന്നെ സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യാനും അറസ്റ്റിലേക്ക് നീങ്ങാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കിയോ? അങ്ങനെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലീസിന് സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല എന്നത് ഒരു വീഴ്ച തന്നെയാണ്. കാരണം ഇപ്പോഴും സിദ്ദിഖ് എവിടെ എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരമില്ല. ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസമായിരുന്നു. ഇപ്പോൾ മ്യൂസിയം പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പോൾ ഈ കേസുകളെല്ലാം തന്നെ പരിഗണിക്കുന്നത്. അജിത ബീഗം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തുണ്ട്. സ്പർജൻ കുമാർ തിരുവനന്തപുരത്താണ്. ക്രൈംബ്രാഞ്ച് SP മധുസൂദനൻ അദ്ദേഹം തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. അതേസമയം പൂങ്കുഴലി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൊച്ചിയിലുണ്ട്. ഇത് ഒരു പ്രത്യേക ടീം പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഏകോപനത്തിന് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. പക്ഷേ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസായതുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് മ്യൂസിയം പോലീസാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് കോടതിയിലായിരിക്കും. സിദ്ദിഖ് പിടിയിലായാൽ അദ്ദേഹത്തെ ഹാജരാക്കുക. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒരുപക്ഷെ വൈദ്യപരിശോധനകൾ ഉണ്ടാകും. ഈ തരത്തിലൊക്കെ നീങ്ങണമെങ്കിൽ സിദ്ദിഖിൻ്റെ അറസ്റ്റ് നടക്കണം. ഏതായിരുന്നാലും സിദ്ദിഖ് എവിടെ എന്നത് സംബന്ധിച്ച് ഇതുവരെ ഉള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പോകാനുള്ള സാധ്യത, നിയമ പോരാട്ടം സിദ്ദിഖ് തുടരും എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ഒരു മുൻകൂർ ജാമ്യ അപേക്ഷ ഉള്ളതുകൊണ്ട് മാത്രം അറസ്റ്റ് നടക്കാതെ പോകില്ല. അങ്ങനെ ഏതെങ്കിലും നിയമപ്രശ്നമില്ല, നിയമ തടസ്സമോ സാങ്കേതിക തടസ്സമോ അക്കാര്യത്തിലില്ല. ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നെങ്കിൽ തന്നെ അറസ്റ്റിന് പോലീസിന് മറ്റ് തടസ്സമൊന്നുമില്ല. ഏതായിരുന്നാലും ഇപ്പോൾ ഹൈക്കോടതി ഇങ്ങനെ ജാമ്യ ഹർജി തള്ളുകയും അറസ്റ്റിനുള്ള സാധ്യത തെളിയുകയും ചെയ്തിരിക്കുന്നു. സിനിമാ മേഖലയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മുകേഷിൻ്റെ അറസ്റ്റ് ഇന്നുണ്ടായിരുന്നു. മുകേഷിന് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ട് റിമാൻഡിൽ പോകേണ്ട സ്ഥിതി ഉണ്ടാകില്ല. ദിലീപിൻ്റെ കേസ് ഒരു ഉദാഹരണമായി നമുക്ക് മുന്നിലുണ്ട്. ഏതാണ്ട് 90 ദിവസത്തോളമാണ് ദിലീപിന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയേണ്ടി വന്നത്. ആ തരത്തിൽ ഒരുപക്ഷെ അതിനേക്കാൾ ഗൗരവമുള്ളൊരു കേസാണ്. ദിലീപ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആളല്ല. എന്നാൽ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ യുവതി നൽകിയിട്ടുള്ള മൊഴി തന്നെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നതാണ്. ആ മൊഴി 2016 ശേഷം ഈ സംഭവം നടന്നു എന്ന് പറയുന്നതിന് ശേഷം പലപ്പോഴായി ഈ യുവതി വെളിപ്പെടുത്തലുകളായി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതൊരു FIR ആയി മാറിയിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് അതൊരു FIR ആയി മാറിയത്. അന്വേഷണ സംഘത്തിൻ്റെ നടപടി തന്നെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് പ്രത്യേകം FIRകളായി രേഖപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ റിപ്പോർട്ട് തന്നെ പൂർണ്ണമായി അന്വേഷണ സംഘത്തിൻ്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. കോടതി നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത്. അതായത് ഈ അന്വേഷണ സംഘത്തിൻ്റെ രീതി തന്നെ അപ്പാടെ മാറുന്ന ഒരു നിലയാണ്. ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയതിൻ്റെ പേരിൽ ലോക്കൽ സ്റ്റേഷനുകളിൽ എടുത്ത 18ഓളം കേസുകൾ, ഈ കേസുകളിൽ മാത്രമല്ല പോക്സോ കേസുകൾ ഉൾപ്പെടെയുള്ളവ സ്വയം രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. സിദ്ദിഖിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. ഇനി വലിയ നിയമ പോരാട്ടങ്ങൾ വേണ്ടിവരും. ഒരു പ്രധാനപ്പെട്ട നടൻ ജയിലിലേക്ക് എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ലുക്കൌട്ട് സർക്കുലർ അത് നേരത്തെ തന്നെ ഈ കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പോലീസ് പുറപ്പെടുവിച്ചതാണ്. അതിപ്പോഴുള്ള നടപടിയല്ല. നേരത്തെ തന്നെ അത് പ്രതി രാജ്യം വിട്ടു പോകാതിരിക്കാനുള്ള പോലീസിൻ്റെ ഒരു സ്വാഭാവിക നടപടിക്രമമാണ്. അത് നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഏതായിരുന്നാലും സിദ്ദിഖിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ്. അതിനിടയിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം കൊച്ചിയിലേക്ക് പോകുന്നതിൻ്റെ ചില സൂചനകൾ സിദ്ദിഖിൻ്റെ അറസ്റ്റ് ഉണ്ടാകും എന്നത് തന്നെയാണ് നമുക്ക് നൽകുന്നത്. തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനയാണ് വിനോദ് നൽകുന്നത്. എവിടെയാണ് സിദ്ദിഖ്